ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഡോനട്ട്സിൻ്റെ റെസിപ്പിയാട്ടോ പരിചയപ്പെടുത്തുന്നത്. നല്ല സോഫ്റ്റായ ഡോനട്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സീക്രട്ട് ഉണ്ട്. അതിന് നമ്മളൊരു പൊട്ടാറ്റോ പിഴുങ്ങിയെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമ്മൾ പിഴുങ്ങിയ പൊട്ടാറ്റോ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് കുറച്ച്, പാൽപ്പൊടി 3 ടേബിൾ സ്പൂൺ, ഒരു മുട്ട, ഗീ 2-3 സ്പൂണ്, ഈസ്റ്റ് 2 സ്പൂൺ നമ്മൾ നേരിയ ചുടുവെള്ളത്തിൽ പൊങ്ങിയത്, ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഒരു ബൗളെടുത്ത് അതിൽ 2.5 കപ്പ് മൈദപ്പൊടി എടുത്ത് നമ്മൾ ഈ അടിച്ച മിശ്രിതം കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടി നന്നായി സെറ്റാക്കി കുഴച്ചെടുക്കുക. നല്ല ടൈറ്റിലല്ല, എന്നാൽ ഭയങ്കര ലൂസിലുമല്ല. എന്നിട്ട് ഇത് നമുക്കൊരു ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പാകം കട്ടിയിൽ, നന്ന കട്ടി കുറഞ്ഞിട്ടല്ല, എന്നാൽ ഭയങ്കര കട്ടിയിലും അല്ലാത്ത രീതിയിൽ വലുതാക്കി പരത്തി നമ്മൾ കട്ടർ വെച്ച് പരത്തിയെടുക്കണം. എന്തെങ്കിലും കട്ടർ മതി, കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട്. പിന്നെ അതിൻ്റെ നടുവിലും ചെറിയൊരു റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഗ്രീസ് ചെയ്തിട്ട് ക്ലീൻ റാപ്പ് കൊണ്ട് ഈ കട്ട് ചെയ്ത നമ്മുടെ ഡോനട്ട്സ് വീണ്ടും നമ്മൾ കവർ ചെയ്ത് വെക്കണം. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറെങ്കിലും ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് വെക്കണം. എന്നിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട്, ആദ്യം നല്ല ചൂടാക്കിയിട്ട് പിന്നെ ചൂട് കുറച്ചിട്ട് നന്നായിട്ട് ഇളം ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ഡോനട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചോക്ലേറ്റ് ഗണേഷ്, വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ബാറോ കട്ട് ചെയ്തിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗണേഷാവും. അതിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് സ്പ്രിങ്കിളൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്യാം. കുറച്ച് ഞാൻ പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ അടിപൊളി ഡോനട്ട്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.